ലൈവിൽ അനുമോളും അക്ബറുമായിട്ടൊരു പൊരിഞ്ഞ അടി നടന്നിരിക്കുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ അനുമോൾ ഫ്രിഡ്ജ് തുറന്നപ്പോൾ പഴയ ഒരു ക്യാരറ്റ് തറയെ വീണു. അപ്പോൾ ഇന്നലെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നല്ലോ, ഫുഡ് ഇങ്ങനെ ജിസേലും നാരിനും ഒക്കെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നു, അതുപോലെ തന്നെ റെന പ്രശ്നം ഉണ്ടാക്കി ജിഷിനൊരു പൂരി ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് രാത്രിയിലത്തെ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അനുമോൾ അതിന് ശേഷം ഇനി അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവരുതെന്ന് എല്ലാവരുടെ അടുത്തും ക്യാപ്റ്റൻ വാൺ ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് അനുമോൾ ഉച്ചയായി കഴിഞ്ഞു, ഇപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് അനുമോൾ ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഒരു ക്യാരറ്റ് താഴോട്ട് വീണു. പഴയത് ക്യാരറ്റായിരുന്നു, പക്ഷേ അത് അനുമോൾ എടുത്തുകൊണ്ട് വെച്ച് എല്ലാവരുടെ മുമ്പിൽ ഇരുന്ന് കഴിച്ചു. എല്ലാവരുടെ മുമ്പിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഉടനെ തന്നെ എന്തിനാണ് ക്യാരറ്റ് കഴിച്ചതെന്നും പറഞ്ഞ് ആര്യനും ജിസേലും കൂടി പ്രശ്നം ഉണ്ടാക്കി വഴക്കുണ്ടാക്കി ഞങ്ങളാണ് കഴിക്കാൻ സമ്മതിക്കാത്തതെന്ന്. അപ്പോൾ അവിടെ ഇരുന്നവർക്കൊക്കെ ഇച്ചിരി കൊടുത്തു. അപ്പോഴാണ് പ്രവീൺ കണ്ടത്. പ്രവീൺ വന്ന് വഴക്ക് പറഞ്ഞു, നീ എന്തിനാണ് അങ്ങനെ എടുത്ത് ക്യാരറ്റ് കഴിച്ചതെന്ന്. അപ്പോൾ പറഞ്ഞ് ഫ്രിഡ്ജ് തുറന്നിട്ടാണ് കഴിച്ചതെന്ന് പറഞ്ഞു. ഫ്രിഡ്ജ് തുറന്നപ്പോൾ തറയിൽ വീണു, അത് ഞാനൊന്ന് എടുത്തതാണെന്ന് തോന്നുന്നു, ഒരു ചെറിയ ക്യാരറ്റാണെന്ന് പറഞ്ഞ് കാണിച്ചു, അത് ഞാൻ തിന്നു എന്ന് പറഞ്ഞു, എനിക്ക് വിശന്ന് പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അപ്പോഴും അനീഷ ഉടനെ ഓടി വന്ന് നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് അവർ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനുമോളൊന്നും മിണ്ടുന്നില്ല, അനുമോളൊന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും കൂടെ ഇരിക്കുകയാണ്. എല്ലാവരും കൂടി അവർ ഒരു സോഫയിൽ ഇരിക്കുന്ന ഒരു സമയത്താണ് ഈ പ്രശ്നം ഉണ്ടായത്. അതിനുശേഷം അനീഷ് എന്ന് പറഞ്ഞു, നീ അനുമോളെ നീ ഇന്നലെ ഇതെല്ലാം കണ്ടതല്ലേ, പിന്നെ നീ ഇത് ചെയ്തത് മോശമായിപ്പോയി, നീ അങ്ങനെ ഡ്രാമ കളിക്കരുത്, നിനക്ക് കണ്ടൻറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഡ്രാമ കളിക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആ ഒരു ഇതിനെ കയറി പിടിച്ചുകൊണ്ട് അവളെ ജയിലിൽ കിടക്കാനായിരിക്കും അക്ബർ പറഞ്ഞു. അവൾ ജയിലിൽ കിടക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യമായിരിക്കും, അവൾക്ക് ജയിലിൽ കിടക്കാൻ വേണ്ടി കണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി അവൾ കണ്ടൻറ്റ് ഉണ്ടാക്കുവാണോ എന്നും പറഞ്ഞ് അങ്ങ് തുടങ്ങി. അനുമോൾ ഇതുവരെ കാണാത്ത ഒരു അനുമോളിൻ്റെ വേറൊരു മുഖമായിരുന്നു. അനുമോൾ ശരിക്കും നീ ആരെടാ, നീ പോയി മൂട്ടി തീയിട, അടുപ്പിൻ്റെ മൂട്ടി പോയി ഇരുന്ന് തീയിടടാ അക്ബറെ, അപ്പം നിൻ്റെ ശരീരം ഒന്ന് അനങ്ങട്ടെ, ശരീരം ഒന്ന് കുലുങ്ങട്ടെടാ അക്ബറെ, നീ പോടാ, നീ ഒരു പാട്ട് നിനക്ക് എന്തോ അറിയാടാ, നിനക്ക് അപ്പം നീ ക്യൂട്ട്നെസ് വാരി വിതറുന്നു എന്ന് അക്ബർ പറഞ്ഞു. എടാ നിനക്ക് ക്യൂട്ട്നെസ് ഉണ്ടോടാ, എനിക്ക് ക്യൂട്ട്നെസ് ഉണ്ടായോണ്ടല്ലോടാ, പിന്നെ നീ പോയി അടുപ്പിൻ്റെ മൂട്ടി പോയി ഇരുന്ന് തീയിടടാ അക്ബറെ, നീ ഒരുത്തനെ പുറത്താക്കി, നിൻ്റെ അടുത്തിരുത്തിയിട്ട് ഒരുത്തനെ പുറത്താക്കി, എൻ്റെ കൂട്ടുകാരിയായിരുന്ന ഒരാളെ നീ നിൻ്റെ ഗ്രൂപ്പിലേക്കാക്കി, അവളെയും പുറത്താക്കി, അതിലൂടെ നീ ചെയ്തത്, നീ പോയി അടുപ്പിന് മൂട്ടിപ്പോയി ഇരുന്ന് തീയിടടാ അക്ബറെ, നിനക്ക് പാടാനറിയാം, നീ ആൾക്കാരെ പേര് വെച്ചിട്ട് കുറച്ച് പാട്ട് ഉണ്ടാക്കാനല്ലേ അറിയത്തുള്ളൂടാ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നീ ഭയങ്കര കണ്ടൻറ്റ് ഉണ്ടാക്കുന്നടി, നീ കണ്ടൻറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ കണ്ടൻറ്റ് ഉണ്ടാക്കാൻ തന്നെയാണ് അവിടെ വന്നത്, ഞാൻ വെറുതെ അല്ലടാ, ഞാൻ ഇവിടെ പേയ്മെൻറ്റ് വാങ്ങിച്ചുകൊണ്ട് എന്നെ ഇവിടെ നല്ല എമൗണ്ട് തന്നടാ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്, ഞാൻ വെറുതെ അവിടെ പോയിട്ട് പിന്നെ എവിടെയെങ്കിലും പോയി മൂട് താങ്ങി, ഞാൻ എവിടെയെങ്കിലും പോയി മൂട് താങ്ങി ഇരിക്കാൻ വേണ്ടി വന്നതല്ലടാ. എൻ്റെ ദൈവമേ, എൻ്റെ പൊന്നി, അനുമോളങ്ങ് തുടങ്ങിയില്ലേ. അനുമോൾ തുടങ്ങിയെന്നല്ല, ഓരോരുത്തർ വാ തുറക്കുന്നില്ല, എല്ലാവരും ഓരോരുത്തരും അവിടെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുവാണ്. ലക്ഷ്മി നോക്കുന്നുണ്ട്, നിവിൻ നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ മസ്താനി നോക്കുന്നുണ്ട്, റെന നോക്കിച്ചിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബിന്നി നോക്കിച്ചിരിക്കുന്നുണ്ട്. ആർക്കും ഒരു മറുപടിയില്ല. അത്രമാത്രം ഒച്ചപ്പാടില്ല, ഭയങ്കര സൗണ്ടിൽ അനുമോൾ അങ്ങ് ഭയങ്കരമായിട്ട് അക്ബറിനെ എന്ന് പറഞ്ഞാൽ അക്ബറിനെ തിരിച്ചു പറയാം. അക്ബറാണെങ്കിൽ എന്തുമാത്രം സംസാരിക്കുന്ന ഒരാളാണ്. അക്ബറിനെ തിരിച്ചു പറയാൻ കഴിയാത്ത രീതിയിൽ അങ്ങ് ആക്കി തീർത്തു. ഇവനൊക്കെ ഒരുമാതിരി ചുണ്ട് പുളുത്തുന്നു, ഇവളെന്തോ. അപ്പോൾ ഉടനെ അക്ബറുടെ നീ വലിയ സ്ട്രാറ്റജി, അപ്പോൾ നിൻ്റെ കരച്ചിൽ സ്ട്രാറ്റജിയൊക്കെ മാറ്റി വെച്ചിട്ട് നീ ഇപ്പോൾ സംസാരിക്കുന്ന സ്ട്രാറ്റജിയാണ് എടുത്തിരിക്കുന്നത്, നീ കരച്ചിൽ സ്ട്രാറ്റജിയൊക്കെ മാറ്റി വെച്ചോ കണ്ടേ. മസ്താനി ഇരുന്ന് ചിരിക്കുന്നു. ഇവർക്കെല്ലാം ഭയങ്കര അതിശയം, അനുമോൾ തന്നെ ആണോ, അനുമോൾ ഇങ്ങനെ എപ്പോഴും കരയുന്ന ഒരാൾ. അനുമോൾ ലാലേട്ടൻ കഴിഞ്ഞ എപ്പിസോഡ് വന്നതിന് ശേഷം അനുമോളുടെ കരച്ചിൽ ഇവരാരും കാണുന്നില്ല. നമ്മൾ പാതിരാത്രി 12-1 മണിക്ക് കണ്ട് അച്ഛനും അമ്മയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അനുമോളൊന്ന് കരഞ്ഞാൽ നമ്മൾ കണ്ടു, അല്ലാണ്ട് അനുമോൾ അങ്ങനെ കരയുന്നില്ലല്ലോ. അതുകൊണ്ട് ആദിലയായിട്ട് എന്തോ പറഞ്ഞപ്പോൾ ജസ്റ്റ് കണ്ണിൽ നിന്ന് വെള്ളം വീണ് അപ്പം തന്നെ തുടച്ചു മാറ്റുകയും ചെയ്ത്. അങ്ങനെ ശരിക്കും അക്ബറിന് എന്ത് പറയണമെന്നറിയാൻ, പിന്നെ അക്ബർ എന്താണ് പറയേണ്ടത് ഏതാണ് പറയേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അക്ബർ ഇരിക്കുക. അനുമോൾ തിരിച്ച് സോഫയിൽ വന്നിരുന്ന് നീ പോടാ, നീ പോയി പാട്, നിനക്ക് പാട്ടറിയാന്ന് പറഞ്ഞാൽ നിനക്ക് എല്ലാവരും നീ പാട്ട് മാത്രം അറിഞ്ഞുകൊണ്ട് നീ ഇവിടെ ഇത് കണ്ടന്റ് ഉണ്ടാക്കാതെ ഇങ്ങനെ മൂടും താങ്ങി ഇരുന്നോടാ, നീ പോയിട്ട് അടുപ്പിൻ്റെ മൂട്ടിൽ പോയി തീ ഇടണോടാ, നിന്നെ ഒന്ന് അനക്കാൻ വേണ്ടി, ശരീരം അനങ്ങാതെ നിൻ്റെ 6 നീളം വെച്ചുകൊണ്ട് നീ ഒന്ന് ശരീരം ഒന്ന് അനങ്ങട്ടടാ, നീ പോയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യടാ, എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കടാ. എൻ്റെ പൊന്നെ, ഒന്നും പറയണ്ട, എന്തൊക്കെയാണെന്നറിയാൻ പറഞ്ഞാൽ ഇങ്ങനെ വേറൊന്നുമല്ല, ഇതേ കണക്ക് നീ ഇങ്ങനെ കയറിയിരിക്കുക, എന്തെങ്കിലും ഉണ്ടാക്കടാ ചെറുക്ക. പിന്നെ എന്നെ ജയിലിടാ, എനിക്ക് ജയിലിൽ പോകണം ഇഷ്ടമാടാ, എന്നെ ജയിലിടാ, എനിക്ക് അവിടെ എന്തെങ്കിലും പോയിട്ട് കണ്ടന്റ് ഇടാം, ഞാൻ എവിടെ പോയാലും കണ്ടന്റ് ഉണ്ടാക്കൂടാ, അതെൻ്റെ ചുണയാടാ, എൻ്റെ കഴിവാടാ. നിനക്കൊക്കെ നീ എന്തിനാടാ ഞാൻ ജയിലിൽ പോകുന്നതിന് ഇത്ര അസൂയ പിടിക്കുന്നു, ഇത്ര കുശുമ്പ് പിടിക്കുന്നത് എന്തിനാടാ, നീ എന്നെ ജയിലിലിടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്ക് ജയിലിൽ പോകാൻ ഇഷ്ടമില്ല. അനുമോൾ പറഞ്ഞ നടുവേദന, ഭയങ്കര ബാക്ക് പെയിൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അനുമോൾ ജയിലിൽ
ഇവർ ഇടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു കണ്ടൻറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങണമെങ്കിൽ ഇങ്ങനെ എന്താ സംഭവിച്ചത്, എന്താണ് സംഭവിക്കുന്നത്, അനുമോൾക്ക് എന്താ പറ്റി, അനുമോൾക്ക് ബാധ കൂടിയെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അനുമോൾ എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് അനുമോൾ ഭക്ഷണം കഴിച്ച് അനുമോൾ നടന്നങ്ങ് പോയി, അനുമോൾ ഫുഡും കഴിച്ച് പോകുന്നു. അപ്പം ഇത് ഒരു വലിയ എന്താ പറയുന്ന ഒരു ഭയങ്കര വഴക്കായിട്ട് സാധാരണഗതിയിൽ നമ്മൾ ഇതുവരെ കാണുന്ന രീതിയിലാണെങ്കിൽ എല്ലാവരും ഇത് ഏറ്റുപിടിച്ച് വലിയ സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ആരും ഏറ്റുപിടിക്കാതെ അനുമോൾ പറയുന്ന കേട്ടോണ്ട് എല്ലാവരും ഒരുമാതിരി അന്തം വിട്ട് കുന്തം വിഴുങ്ങണമെങ്കിൽ ഇരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. കാരണം അവർക്കൊക്കെ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഷാനവാസ് ഒരു സ്ഥലത്തിരിക്കുന്ന, ലക്ഷ്മി ഒരു സ്ഥലത്തിരിക്കുന്ന, അതുപോലെ തന്നെ മസ്താനി ഒരു സ്ഥലത്തിരുന്ന് നോക്കുന്ന, റെനെ ഇരുന്ന് ചിരിക്കുന്നു, മുഖം പൊത്തി പില്ലോ കവർ വെച്ച് മറഞ്ഞിരുന്ന് ചിരിക്കുന്നു, ആദിലയും നൂറയും ഒരുമാതിരി ഇരുന്ന് അന്തം വിട്ടാണെങ്കിൽ ഇരുന്ന് ചിരിക്കുന്നു. എന്താണ് അനുമോൾക്ക് സംഭവിച്ചത്, അനുമോൾ പറയുന്നത് എന്താണെന്ന് പോലും അവർക്ക് മനസ്സിലാകാൻ. കാരണം അനുമോൾ ഇത്രയും സംസാരിക്കുമല്ലേ, അക്ബറിനെ അങ്ങ് ഇരുത്തിക്കളഞ്ഞ അക്ബറെ ലാസ്റ്റ് തോറ്റ് പിന്മാറി, അനുവിൻ്റെ വായിൽ പിടിക്കാൻ പറ്റാത്ത തോറ്റ് പിന്മാറി.